മംഗല്യസൂത്രം. രചന ജാസ്മിൻ ഷിഹാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ആരുഷി തന്റെ ക്യാബിലിരിക്കുമ്പോൾ ഷബാന മെല്ലെ കയറി വന്നു. പറയൂ. ലാപ്ടോപ്പിൽ നിന്ന് കണ്ണുയർത്താതെ ആരുഷി പറഞ്ഞു. എടാ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഷബാന അവളോട് പറഞ്ഞു. സാമൂലിൻ്റെ ആവും, അനുമതി തന്നിരിക്കുന്നു, പൊക്കോ. ആരുഷി വീണ്ടും ലാപ്ടോപ്പിൽ കണ്ണു നട്ടു. അതല്ല, നിന്റെ അവിനാശിനെ ചില കാര്യങ്ങളാ. ഷബാനയുടെ മറുപടി കേട്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ച് ആരുഷി അവളെ ചോദ്യഭാഗത്തിൽ നോക്കി. ഇങ്ങനെ പോയാൽ പറ്റില്ലടി, നീ അവിനാശിനെ അംഗീകരിച്ചേ പറ്റൂ. ഷബാന പറഞ്ഞു കേട്ട് ആരുഷി അമ്പരപ്പോടെ എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും അവളെ തടഞ്ഞുകൊണ്ട് അവൾ പിന്നെയും തുടർന്നു. ലൈഫ് ലോങ് മുഴുവൻ ഇങ്ങനെ പോവാനാണോ നിന്റെ പ്ലാന്? നീ ആഗ്രഹിച്ച പോലെ ആരുവിനെ സ്നേഹിക്കുന്ന ഒരാൾ കിട്ടി. ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും എപ്പോഴെങ്കിലും നിന്റെയോ മകൻ്റെയോ കാര്യത്തിൽ അവിനാശി എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അവനെ ഏറ്റവും കൂടുതൽ എതിർത്തുന്ന ആളാണ് ഞാൻ. ഞാൻ പോലും മാറിയില്ലേ? ഇടി, ജസ്റ്റ് ഒരു ചാൻസ് കൊടുത്തു നോക്ക്. മേ ബി അവൻ്റെ മനോജാവൻ കഴിഞ്ഞാലോ? നീ ആലോചിക്ക്. ആരുഷിയുടെ മറുപടി കാത്തിരിക്കാതെ ഷബാന ഇറങ്ങി നടന്നു. ഷബാന പറഞ്ഞത് ഏറെക്കുറെ ശരിയായിരുന്നു. വെറുതെ അടികൂടുമെങ്കിലും ഇന്നേവരെ തങ്ങൾക്കൊരു കുറവും അവൻ വരുത്തിയിട്ടില്ല. എന്നാലും ഒരു ഭാര്യയായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ എങ്ങനെ? എത്ര കാലം ഇങ്ങനെ പോകുന്നറിയില്ല. ഇത്രയും കാലം തനിയെ ജീവിച്ച പോലെ ഇനിയും തുടരാൻ തനിക്ക് കഴിയും. പക്ഷെ അവിനാശ്, അവനന്ന് റിസോർട്ടിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ അവൾ ഓർമ്മിച്ചു. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവനത് പറഞ്ഞത്. എല്ലാം വേണ്ട എന്ന് വെച്ച് തനിക്ക് തോന്നുമ്പോൾ ഓടിപ്പോവാൻ കഴിയുമെന്ന് വെച്ചിരുന്ന തനിക്ക് തെറ്റിയിരിക്കുന്നു. അവിനാശിനത് താങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഒരു മാസം മുമ്പ് നടന്നൊരു കാര്യം അവൾ ഓർമ്മിച്ചു. അന്ന് ആരവിന് നല്ല പനിയുണ്ടായിരുന്നു. താനും ലീവ് എടുത്ത് അവൻ്റെ കൂടെ തന്നെയായിരുന്നു. പെട്ടെന്നാണ് ആരോ നിലത്തേക്ക് വീണ് പിടയാൻ തുടങ്ങിയത്. കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വായിൽ നിന്ന് ഒരേയും പതയും വരുന്ന കണ്ടപ്പോൾ സ്തംഭിച്ചു പോയി. തൻ്റെ നിലവിളി കേട്ട് ഓടി വന്ന അവിനാശ് അവനെ വാരിയെടുത്ത് താഴേക്ക് ഓടി കാറിൽ കയറ്റി വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടു. നേരെ ICUവിലേക്കായിരുന്നു ആരവിനെ കൊണ്ടുപോയത്. ആകെ തകർന്ന് കരഞ്ഞുപോയ തന്നെ അവിനാശ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി കരഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പനി കൂടിയതിനാൽ അപസ്മാരകബാധ ഇളകിയതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ആരവിനെയും നോക്കി ജലപാനം പോലും ഇല്ലാതെ ഇരുന്നിരുന്ന തന്നെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. അപ്പോഴൊന്നും താൻ കാണാറുള്ള അവിനാശായിരുന്നില്ല അവൻ. ആധിയോടെ ഓടി നടന്ന് ആരവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന അവനെ കണ്ടപ്പോൾ ശരിക്കും ഇവനാണ് ആരവിൻ്റെ അച്ഛനെന്ന് വരെ തോന്നിപ്പോയിരുന്നു. ആരുഷി ക്യാബിൽ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഷബാനയെ കാണുന്നില്ല. അപ്പോഴാണ് അവിടെ ഫോൺ ശബ്ദിച്ച്. നീ എവിടെയാ മോളെ? ഞാൻ വീട്ടിലെത്താറായി. എൻ്റെ കൂടെ ട്രാവൽ മതി. കെട്ടിയോനില്ലേ, ഇനി അവൻ്റെ കൂടെ പൊക്കോ. ഷബാനയുടെ മറുപടി കേട്ടവൾ അന്തം വിട്ടു. ഇനി അവിനാശ് തന്നെ ശരണം. കാറിലിരിക്കുമ്പോൾ അവിനാശ് ഒന്നും സംസാരിക്കുന്നുണ്ടായില്ല. ആരുഷിക്കാണെങ്കിലും പതിവില്ലാത്തൊരു വേവലാതി. ഷബാന തന്നോട് പറഞ്ഞ പോലെ ഇനി സാമൂൽ ഇവനോട് വല്ലതും പറഞ്ഞോ ആവോ? അവിനാശിന് പിറ്റേന്നൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക്. 4 ഡേയ്സിനേതോ മീറ്റിംഗ് ആണെന്നാണ് സാമൂൽ പറഞ്ഞത്. തനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യായിരുന്നു അവിനാശ്. നീ വരുന്നോ? അവിനാശിൻ്റെ ചോദ്യം അവൾ അമ്പരപ്പിച്ചു. ഞാനോ? ഞാനില്ല. നിങ്ങളുടെ മീറ്റിങ്ങിന് ബോറടിച്ചിരിക്കാനല്ലേ? ആരുഷി വലിയ ഉത്സാഹം കാണിച്ചില്ല. വേണേ പുറത്തൊക്കെ പോവാം, അവിനാശ് വീണ്ടും പറഞ്ഞു. ഞാനില്ല, 4 ദിവസമെങ്കിലും എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. ആരുഷിയുടെ മറുപടി കേട്ട് അവൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവിനാശി പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞ അവനില്ലാത്തപ്പോഴുള്ള അവസ്ഥ ആരുഷിക്ക് മനസ്സിലായത്. ആരവുമില്ല, അവിനാശമില്ല. ഷബാനയെ കൂട്ടിനെ വിളിക്കാൻ നല്ലതാണെന്ന് തോന്നി. അവളെ വിളിച്ചത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ആ കുരിപ്പ് പിന്നാലെ നടന്ന് തന്നെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അവിനാശിനെ അംഗീകരിച്ച് ഇനി അവൻ്റെ കൊച്ചിനെയും കൂടി പ്രസവിച്ചാലേ അവൾ അടങ്ങുമെന്ന് തോന്നുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മൊബൈൽ ശബ്ദിക്കുന്ന കേട്ട് ആരുഷി ഫോൺ എടുത്ത് നോക്കി. അവിനാശ് വീഡിയോ കോളിൽ. പറയൂ മിസ്റ്റർ. ആരുഷി ഉള്ളിൽ അത്ഭുതം മറക്കാതെ ചോദിച്ചു. എന്നെങ്ങാനും മിസ് ചെയ്ത് നീ നെഞ്ചുകൂട്ടി ചത്തോന്നറിയാൻ വിളിച്ചു നോക്കിയതാ. അവിനാശ് പതിവ് പോലെ കണ്ണുകളിൽ ചെറിയ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ലൈഫിൽ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേയ്സ് ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം എത്ര സുന്ദരം. ആരുഷി മെല്ലെ മൂളി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വികസിച്ചു. അതാരാ? അവൾ പെട്ടെന്ന് അവൻ്റെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് റിയ. അവൾ നിസ്സാരമാക്കി മറുപടി പറഞ്ഞു. അവളെന്താ അവിടെ? അവൾക്ക് തൻ്റെ റൂമിൽ കാര്യം? നിന്നോട് ചോദിച്ചല്ലേ ഞാൻ വരണോന്ന്. അവിനാശ് രീതിയിൽ എണ്ണഴിക്കാനെന്ന പോലെ പറഞ്ഞു. അപ്പൊ എനിക്ക് വരാണല്ലേ അവളെ പിടിച്ച് റൂമിൽ കയറ്റിയത്? ഇതിനാണല്ലേ ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞ് പോയത്? ആരുഷിയുടെ ദേഷ്യം കണ്ടപ്പോൾ അവിനാശിന് ചിരി വന്നു. നിന്നോടാരെ വരാണ്ടിരിക്കാൻ പറഞ്ഞ? നിനക്കായിരുന്നല്ലോ വലിയ ജാടാ. എന്നെ നിർബന്ധിച്ചാൽ ഞാൻ വരില്ലേ? അതിനെങ്ങനെയാ? ഞാൻ വന്ന അവളെ കൊണ്ട് പോലും നടക്കില്ലല്ലോ, കുമ്പളങ്ങാമോറൻ. ആരുഷിയുടെ സംസാരം കേട്ട് അവിനാശി ചിരിയടക്കാൻ പാടുപെട്ടു. നല്ല അസൂയുണ്ടല്ലേ മിസ്സിസ് അറോറ. അവിനാശി അവളെ സൂക്ഷിച്ച് നോക്കി. പിന്നെ അസൂയ എനിക്ക്? മുഖത്ത് വന്ന ജാളിത മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരുഷി വേഗം ബൈ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു.
അവിനാശിന് ഗൂഢമായൊരു ആനന്ദം തോന്നി. റിയ എന്തോ ഫയൽ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി വന്ന് അവന് തീരെ പിടിച്ചിരുന്നില്ല. എങ്കിലും ഒരു കണക്കിന് അവളുടെ വരവ് നന്നായെന്ന് അവന് തോന്നി. അതുകൊണ്ട് അവളുടെ ഉള്ളിരിപ്പ് അറിയാൻ പറ്റി. കുശുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിനാശ് തനിയെ പുഞ്ചിരിച്ചു. അവിനാശ് നാട്ടിലേക്ക് മടങ്ങി വരുന്നവരെ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്ന് ആരുഷിക്ക് അറിയില്ല. വാലിനെ തീ പിടിച്ച പോലൊരു അവസ്ഥയായിരുന്നു. ഇനി അവൻ തനിക്ക് അസൂയാണെന്ന് പറഞ്ഞാലോന്ന് കരുതി അവരോടൊന്നും ചോദിക്കാനും കഴിയില്ല. എങ്കിലും ഫോൺ വിളിക്കുമ്പോൾ പരമാവധി കണ്ണും കാതും തുറന്നു വെച്ചിരിക്കാറുണ്ട്. അന്ന് രാത്രിയിൽ അന്നത്തെ മീറ്റം കഴിഞ്ഞ് ക്ഷീണിച്ച് കുളിക്കാനായി അവിനാശ് ബാത്റൂമിൽ പോയതായിരുന്നു. നല്ല തണുത്ത വെള്ളത്തിൽ കുളിയൊക്കെ കഴിച്ച് ബാത്ത് ടവൽ എടുത്തുകൊണ്ട് അവിനാശ് കുളിമുറിയിൽ നിന്നിറങ്ങി. ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ചുമരിലുണ്ടായിരുന്ന വലിയ നിലക്കണ്ണാടിയിൽ നോക്കി ലോഷനും പുരട്ടിക്കൊണ്ടിരുന്ന അവിനാശ് പെട്ടെന്ന് ഞെട്ടിലോട് തിരിഞ്ഞു നോക്കി. ഹലോ ഹാൻസം. റിയോ, നീ എന്തോടെ? വൈ നോട്ട്? ഇത്രയും നല്ലൊരു സന്ദർഭത്തിൽ അതറിയാനാണെന്ന് എനിക്ക് പ്രിയം. റിയ മാദകമായ ചൂടുവെപ്പുകളോടെ ലാസ്യമായി അവൻ്റെ അരികിലേക്ക് വന്നു അവൻ്റെ നഗ്നമായ മാറിലൂടെ വിരലോടിച്ചു. സോ ഹോട്ട്. പെട്ടെന്ന് റിയ ഇരു കൈകൾ കൊണ്ടും അവിനാശിനെ വരിഞ്ഞു മുറുക്കി. ആദ്യമൊക്കെ പ്രതികരിച്ചെങ്കിലും ക്രമേണ അവിനാശ് അവളെ പുണരാൻ തുടങ്ങി. അവനൊടുത്തിരുന്ന ബാത്ത് ടവൽ അഴിഞ്ഞ് താഴെ വീണു. അയ്യോ അയ്യോ അയ്യോ! ആരുഷി നിലവിളിയോടെ ചാടി എഴുന്നേറ്റ്. എന്താ, എന്തു പറ്റി? ഷബാന ഞെട്ടിണീറ്റ് ആരുഷിയെ പിടിച്ച് കുലുക്കി. എന്നാണ് ഉണ്ടായതെന്ന് ഉൾക്കൊള്ളാൻ ആരുഷിക്ക് ഒരു സമയമെടുത്തു. നീ സ്വപ്നം വല്ലതും കണ്ടോ? അതേടി ദുസ്വപ്നം. അസ്വസ്ഥയോടെ ആരുഷി പറഞ്ഞു. 4 മണിയായിട്ടുള്ളൂ, കിടന്നുറങ്ങാൻ നോക്ക്. ഷബാന വീണ്ടും കിടന്നു. 4 മണി? വെളുപ്പിനെ കണ്ട സ്വപ്നം ഫലിക്കുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ? ആരുഷിയുടെ നെഞ്ചിലൊരു കൊളുത്തിവിളിയുണ്ടായി. പെട്ടെന്ന് അവൾ ഞെട്ടിച്ചുകൊണ്ട് കോളിംഗ് ബെൽ മുഴങ്ങി. ആരെ ഈ നേരത്ത്? CCTV നോക്കിയപ്പോൾ കണ്ടു മുറ്റത്ത് നിൽക്കുന്ന സാമുവലിനെ. ആരുഷി വേഗം ഓടിപ്പോയി വാതിൽ തുറന്നു. അതാ മുന്നിൽ നിൽക്കുന്നു സാക്ഷാൽ അവിനാശ് അറോറ. അവന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ ആരുഷിക്ക് ഒരു ചവിട്ട് വെച്ച് കൊടുക്കാനാണ് തോന്നിയത്. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. അവിനാശ് മെല്ലെ അകത്തേക്ക് കയറി. പെട്ടെന്ന് വാതിൽ തുറന്നല്ലോ. ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നെ കാത്തിരിക്കാനെന്ന് തോന്നുന്നു. അവിനാശ് വന്നപാട് ആരുഷിയെ ദേഷ്യം പിടിപ്പിക്കാൻ തോന്നി. ആരുഷി എന്തോ മറുപടി പറയാൻ ഒരുങ്ങും മുമ്പേ അവിനാശ് അവളുടെ നേരെ ഒരു കവർ നീട്ടി. ചത്താലും താങ്ക് യു പറയില്ലോടാ. പിറുപിറുത്തുകൊണ്ട് ആ കവറും വാങ്ങി ആരുഷി തന്റെ മുറിയിലേക്ക് പോയി. ദിവസങ്ങൾ നീങ്ങി. ആരുഷിയുടെ ഹോസ്പിറ്റൽ പോക്കും വരുമെല്ലാം ഇപ്പോൾ അവിനാശിന്റെ കൂടെ തന്നെയാണ്. ആരവ് പോയിട്ട് 1 മാസമാവുന്നു. സ്കൂൾ തുറക്കുന്നതിന്റെ തലേന്ന് മാത്രമേ വരുമെന്ന് അവൻ വാശി പിടിച്ചിരിക്കുകയാണ്. നീ എന്താ ഞാൻ തന്ന സാരി എടുക്കാത്ത? പെട്ടെന്ന് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവിനാശ് ചോദിച്ചു. ഏത് സാരി? പെട്ടെന്ന് താൻ ചോദിച്ച അബദ്ധമായെന്ന് അവൾക്ക് തോന്നി. അന്ന് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അവിനാശ് എന്ന കവറിൽ അതായിരിക്കാം. അപ്പോഴത്തെ ദേഷ്യത്തിൽ താനത് പിന്നെ നോക്കാമെന്ന് കരുതി ഷെൽഫിലെടുത്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ കാര്യമേ ഓർമ്മയില്ലായിരുന്നു. ഇതിപ്പോൾ ഞാനത് തുറന്നു നോക്കിയിട്ട് പോലും ഇല്ലെന്ന് അവന് മനസ്സിലായി കാണും. മോശമായിപ്പോയി. ആരുഷിക്ക് വല്ലായ്മ തോന്നി. സോറി, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. അവിനാശൊന്നും മിണ്ടുന്നില്ലായിരുന്നു. വീട്ടിലെത്തിയ പാടെ കാർ നിർത്തിയപ്പോൾ അവൻ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. ആരുഷി വേഗം ഷെൽഫ് തുറന്ന് ആ പൊതി അഴിച്ചു നോക്കി. അത്ഭുതം കൊണ്ട് അവിടെ വാ പിളർന്നു പോയി. നല്ല കറുപ്പ് നിറമുള്ള സാരിയിൽ വെള്ളി നിറമുള്ള മുത്തുകൾ കോർത്തൊരു മനോഹരമായ സാരി. ബ്ലാക്കിൽ സിൽവർ ചേർന്ന നിറമുള്ള മോഡൽ രീതിയിലുള്ള സ്ലീവ്ലെസ് ബ്ലൗസ്. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗിയുണ്ടായിരുന്നു അതിന്. അതും തനിക്കേറെ പ്രിയപ്പെട്ട കളറിൽ. ആരുഷിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ അതേസമയം അവന് വിഷമിപ്പിച്ചൊരു നിരാശയും തോന്നി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ആ സാരിയും കയ്യിൽ പിടിച്ച് നിശ്ചലായി നിന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിച്ചു കയറി വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് അവിനാശ് ലൈബ്രറിയിലേക്ക് നടന്നു. ശരീരം തണുത്തു. ഇനി മനസ്സുകൂടിയും തണുക്കണം. അതിന് വായനയാണ് നല്ലത്. കുറച്ച് സമയങ്ങളെല്ലാം മറക്കാമല്ലോ. ഷെൽഫിൽ നിന്നൊരു നോവൽ വലിച്ചെടുത്തുകൊണ്ടാവും വായിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വായിക്കൂ സാർ. ജോലിക്കാരിൽ ആരോ തനിക്കുള്ള ഡിന്നർ അടുത്തുകൊണ്ട് വെച്ചെന്ന് കണ്ടപ്പോഴാണ് സമയം 8 മണിയായെന്ന് അവന് മനസ്സിലായത്. ഇത്രയും സമയം താൻ ഈ പുസ്തകത്തിൽ ചെലവഴിച്ചതെന്ന് അവൻ അത്ഭുതപ്പെട്ടു പോയി. പതിവായി കഴിക്കാറുള്ള എഗ് സലാഡും റെഡ് ബീൻ വേവിച്ച ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസും അവൻ പതിയെ കഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഇതുവരായിട്ട് വന്നും മിണ്ടാൻ പോലും അവൾക്ക് തോന്നിയില്ലല്ലോ. എത്ര ഷോപ്പുകൾ കയറിറങ്ങി വാങ്ങിയതാ, എന്നിട്ട് അത് എന്താണെന്ന് പോലും നോക്കിയിട്ടില്ല അത്രേ. എന്നെ ഇപ്പോഴും ഒരു അപരിചിതനായിട്ടാണ് അവൾ കാണുന്നത്. അന്ന് റിസോർട്ടിൽ വെച്ചെല്ലാം തുറന്നു പറഞ്ഞപ്പോഴെങ്കിലും അവൾ മാറുമെന്ന് കരുതിയിരുന്നു. അതും പാളി. അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് കണ്ണു നട്ടു. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴും ആരുഷിയെ കാണുന്നില്ല. ഇവിടെയും തന്നെ ബഹിഷ്കരിച്ചെന്ന് തോന്നുന്നു. അവിനാശ് കിടക്കാനൊരുങ്ങി. ഉറങ്ങുകയാണോ? പെട്ടെന്ന് വാർക്കുന്ന ആരുഷിയുടെ ശബ്ദം കേട്ടു. അല്ല, ബിരിയാണി ഉണ്ടാക്കുക. തിരിഞ്ഞു നോക്കാതെ അവിനാശ് മറുപടി പറഞ്ഞു. അപ്പുറന്ന് മറുപടിയൊന്നും കേൾക്കുന്നില്ല. ഓയോ? അവിനാശ് മെല്ലെ തല ഉയർത്തി നോക്കി. അത്ഭുതം കൊണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി. ആ 7 അഴകുള്ള സാരിയിൽ 14 ഇരട്ടി സുന്ദരിയായി ആരുഷി നിൽക്കുന്നു.
അവിനാഷ് ബെഡിൽ നിന്ന് ചാടിയിറങ്ങി അവളുടെ അരികിലേക്ക് കുതിച്ചു. സോ ബ്യൂട്ടിഫുൾ. അവൾ അടിമുടി നോക്കിക്കൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു. ആരുഷിയുടെ കവിളത്തെ നുണക്കുഴി പൂക്കൾ നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു. താങ്ക് യു, അവൾ തുടുത്ത മുഖത്തോടെ പറഞ്ഞു. രണ്ടുപേർക്കൊന്നും പറയാനില്ലായിരുന്നു. അടി കൂടുമ്പോൾ മാത്രമാണ് ആ ഫ്ലോ കിട്ടുന്നതെന്ന് ആരുഷി ഓർമ്മിച്ചു. ഞാനെന്നാ പോയി സാരി മാറി വരാം, ഉറങ്ങാൻ ടൈമായി തുടങ്ങിയല്ലോ. ആരുഷി ഷെൽഫ് ഓർന്ന് ധരിക്കാനുള്ള വസ്ത്രം തിരിയാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ അമ്പരിപ്പിച്ചുകൊണ്ട് ഷെൽഫിൻ്റെ ഡോറടഞ്ഞു. അതിൽ പതിപ്പിച്ച വലിയ നിലക്കണ്ണാടിയിൽ തൻ്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന അവിനാഷിനെ കണ്ടു. അവൻ്റെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇനിയും വഴക്കൂടാനുള്ള ഭാവമാണോ? അല്ലെന്നർത്ഥത്തിൽ അവിനാഷ് പതുക്കെ തലയാട്ടി. പിന്നെ അന്ന് റിസോർട്ടിൽ വെച്ച് പാതി വെച്ച് നിർത്തിയില്ലേ, അത് വീണ്ടും തുടർന്നാലോ എന്ന് ആലോചിക്കുക. അവിനാഷ് ചെറുചിരിയോടെ പറഞ്ഞു. എന്ത്? എപ്പോ? ആരുഷിയുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. ഡോണ്ട് വറി, ഐ വിൽ റിമൈൻഡ് യു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാലുടൻ എൻ്റെ സ്വന്തം കലിപ്പൻ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ആമി എഴുതുന്ന ഉയിരെ എന്ന കഥ ആരംഭിക്കുന്നതാണ്.